കവി ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി, അതുകൊണ്ട് അത്രയും മനസ്സിലാവുന്നില്ല. ഹായ്, ഇന്നത്തെ ദിവസമൊക്കെ എല്ലാവർക്കും സഹിത അമ്മയുടെ റിഷുവിന് പാലെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെവിടെയുള്ള കൊച്ചിയില് നമ്മള് പല്ല് കാണിക്കാൻ പോകുന്നുണ്ട്. എല്ലാം എനിക്കിന്ന് ലാസ്റ്റാന്ന് തോന്നുന്നു. ലാസ്റ്റ് പല്ലൊരു കുരുണ്ട്, ഇത് അയക്കാൻ വേണ്ടിട്ടായിരുന്നു പോകുന്നത്. അതെ, അത് ഈ പല്ല് ഇട്ട് വെക്കുന്നതിന്റെ ആ സാധനം ഒരു മുത്തുമണി പോലത്തെ ഇങ്ങനെ പല്ല് ഫിക്സ് ചെയ്തിട്ട് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിട്ട് ഒരു ഇതുണ്ട്. അപ്പൊ അത് ഇനി അയച്ചിട്ടാകുമ്പോൾ ചിലപ്പോ അന്റെയും കൂടി മാറ്റിയെടുക്കും അല്ലേ. നമ്മളെ ഋത്തിക്കിന്റെ അന്റെയും ഇന്ന് മാറ്റിയെടുക്കും. മാമിക്ക് ഇനി ഉണ്ടോന്ന് അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ വന്നിട്ട് ഇന്നലെ നമ്മൾ വണ്ടർലെല്ലാം പോയി. പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മളിങ്ങോട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കവിൻ്റെ പല്ലിന്. ഞാൻ ഇന്നലെ വരുമ്പേ പറഞ്ഞ് ഇങ്ങോട്ട് കൂടെ പോവേ, അവൻ നാണായിട്ട് കുത്തോടുക്കുന്നേ. അപ്പോൾ പല്ലിന് കമ്പ്യൂട്ടറോടെ ചോദിക്കലുണ്ട്. ഇട്ടിട്ട് കുറച്ചായി കേട്ടോ. അവളിപ്പം കുറച്ച് മെലിഞ്ഞുകൊണ്ട് അങ്ങനെ കാണുന്നില്ല. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ ഓരോന്നോരോന്ന് നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എല്ലാവരും ഇങ്ങനെ കുത്തോടിക്കുന്നത് നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ അത് ലെവലായിട്ടാകുമ്പോൾ നമുക്ക് കാണാം, ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളുള്ള സ്ഥലത്ത് നിന്ന് ഒരു സാധനം കാണുന്നുണ്ട്. എന്താ എത്തിക്കത്? മെട്രോ. നമ്മളുള്ളത് ഗോകുലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗോകുലം പാർക്കിൻ്റെ അടുത്ത ബിൽഡിങ്ങിലാണ്. അപ്പോൾ ഹോട്ടലിലുള്ളത് ഇവിടെ കണ്ടോ, നേരെ മെട്രോ പോകുന്നത്. ഇതിലോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കാണുന്നത് കേട്ടോ. പണ്ടെല്ലാം മെട്രോ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഒരിക്കൽ മെട്രോ കാണാമെന്ന് പറയുമ്പോൾ എത്തിക്കാൻ എത്ര നാൾ ആഗ്രഹിച്ചില്ലേ നമ്മൾ. എന്നിട്ട് ഇപ്പം മെട്രോൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് കിടക്കാൻ പറ്റും കേട്ടോ. അനുട്ടി കയറിയില്ല അല്ലേ? അനു ഇതുവരെ കയറിയില്ലടാ. നമുക്ക് നെക്സ്റ്റ് ടൈം അനു ഇതുവരെ ലുലുമാളിൽ കയറിയിട്ടില്ലേ? നമ്മളെല്ലാം 2-3 പ്രാവശ്യം കയറി അല്ലേ? ഏച്ചി കയറിയിട്ടില്ലേ? ഏച്ചി വരെ കയറി. അടുത്ത പ്രാവശ്യം നമുക്ക് വരുമ്പോൾ ഒന്ന് ലുലുമാളിൽ കയറാം. അപ്പോൾ അങ്ങനെ ഉള്ളതേ. അപ്പോൾ ഇന്ന് കവിയാടെ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഋത്തിക്ക് പറഞ്ഞു, അച്ഛാ ഞാൻ പറയണ്ടോ, എന്നിട്ട് അവൻ കുത്തോട്ട് കേൾക്കുന്നുണ്ട് കേട്ടാ. ഋത്തിക്ക് നോക്കറാ. നമ്മൾ മുമ്പ് വരുമ്പോൾ ഇങ്ങോട്ട് നോക്കുന്നത് നോക്ക്, പല്ല് ഈ ചുണ്ടിൻ്റെ ഇപ്പുറത്തുണ്ടായേട്ടാ. ഇവനേന് ശരിക്കും നല്ലോണം ഉണ്ടായി. ഇപ്പോഴാണ് അതുപോലത്തെ അനൂട്ടീൻ്റെ പല്ല് ഒന്ന് ഉള്ളോട്ട് കയറിയിട്ടുണ്ടായത്. താഴത്തെ പല്ല് 2 അല്ലേ? 2 അപ്പോൾ രണ്ടും നേരെ വന്ന് കാണിക്കാനും കണ്ട, എല്ലാം ക്ലിയർ ആയിട്ട്. ഈ അലൈൻമെൻറ്റ് ഭയങ്കര ഇതാണ്. പക്ഷെ സാധാരണ പല്ലിടുന്നതല്ല, ഇച്ചിരി കോസ്റ്റ്ലിയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ സാധാരണ. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഭാവന മുഖേ മാറിയേട്ടാ. കുറേ മുടിയെല്ലാം വെച്ചിട്ട് അമ്മ വല്ലാണ്ട് കലമ്പുന്നുണ്ട്. മുടി മുറിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മുടി മുറിക്കാൻ ഓനും ഇഷ്ടമാണ്. മുടി ഇങ്ങനെ എന്താ പരിപാടി എന്ന് വെച്ചാൽ കാട്ട് ബാക്കിൽ ഇങ്ങനെ കുറച്ച് മുടി ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് പരിപാടി കേട്ടാ. കുറച്ച് ഇങ്ങനെ മുടി ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ അതിന് നമ്മളെ ഒരുക്കി സാധിക്കുന്നില്ല. കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾ പേനാകുന്നു അതാന്ന് ഇതാന്ന് പറഞ്ഞിട്ട് മുറിപ്പിക്കും. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ വിടൂലടാ. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും പേന എല്ലാവരും നല്ലൊരു ചെറുങ്ങനല്ലടാ. അമ്മമ്മ ഇടക്കിടക്ക് വന്ന് പാർന്ന് വൃത്തിയാക്കി തരും. അത് ഏടുന്ന ഇവൻ്റെ അലയിൽ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശ്രീമായ ചേച്ചീൻ്റെ എടുക്കുന്നത് ഏടുന്ന എത്തിക്ക പേന വരുന്നത് നല്ല ഏകദേശം ധാരണ. മെല്ലെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നേ. ഹലോ ഹലോ സാർ. ഹലോ സാർ. പോകാം പോകാം പോകാം. എല്ലാവരും എന്താ നോക്കുന്നത്? ഹൈ ഹൈ. അപ്പോൾ നമുക്ക് ഇറങ്ങാം എന്നാല്. അപ്പോൾ ഇവർ എക്സ്ട്രാ ബെഡും കാര്യമെല്ലാം ഇട്ടതിന് കേട്ടോ. നമ്മളങ്ങനെ റൂം കൂട്ടി പുറത്തിറങ്ങി. റിസോർട്ടിൽ ഒറ്റയ്ക്ക് തന്നെ നടന്നു പോകുന്നുണ്ട്. നമ്മളില്ലേ ലിഫ്റ്റിൽ പോകാൻ പോവില്ലേ, ഒരിക്കലും ഈ ഡോറിന്റെ സൈഡിൽ കുട്ടികളെ പിടിക്കുകയും നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു. ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് കൈ ഇറങ്ങി പോകാം. അതുകൊണ്ട് ഇവിടെ ഒരിക്കലും കുട്ടികളെ ഡോറിന്റെ അടുത്ത് പിടിക്കുകയും എന്നുവെച്ചാൽ ഇത് കൈ വല്ലാണ്ട് തകിട ഇങ്ങനെ ഇടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. വീഡിയോ കണ്ടിരുന്നു. അങ്ങനെ നമ്മളങ്ങനെ അതിൻ്റെ റിസപ്ഷനിലെത്തിയേ. ഓണത്തിൻ്റെ ആയതുകൊണ്ട് ഫുള്ളായിട്ട് പൂവലിട്ടിട്ടുണ്ട് കേട്ടോ. ഓണത്തിൻ്റെ ആ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. മൊത്തം പൂക്കളെല്ലാക്കിയിട്ട്. ഹായ് ഹായ് ബ്രോ.
ഓക്കെ ബ്രോ. നമ്മൾ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് വണ്ടി വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ റൂം അല്ല നമ്മളെ വണ്ടി ഉള്ളത് അങ്ങ് താഴെയാണേ. ഒരു ചെറിയ വണ്ടി കൂട്ടാൻ അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് അങ്ങ് താഴെ കൊണ്ടുപോകും. അവിടെ നിന്ന് നമ്മൾ ഇരുന്ന് കേട്ടാ. ഓക്കെ ഇല്ല എല്ലാവരും ഓക്കെ അല്ലേ? ശരി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഓ അമ്മേന്റെ മീറ്റിംഗ് ഇവിടെ നടക്കില്ല കേട്ടോ. അതാ ഇവിടെ കാണലുണ്ട്. ഇവരെ നടന്മാരെല്ലാം കയറി വരുന്നല്ലേ? 2000 പേരുടെ ഹാളിൽ പോലും കേട്ടോ മേല. അപ്പം നമ്മൾ ക്ലിനിക്കിലേക്ക് പോക്കാന്ന് കേട്ടോ. നല്ല തിരക്കാന്ന് കേട്ടോ കൊച്ചിയിൽ. ആകെ അത്ര 3 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന് അടുത്തേക്ക് പോവാൻ. ജയലക്ഷ്മിയുടെ അടുക്ക് എത്തി. അതെ ഇത് നമുക്ക് ജയലക്ഷ്മിയുടെ അടുക്കുന്ന തൊട്ട് മുട്ടിതാ ആവാത്ത ജയലക്ഷ്മി അങ്ങോട്ട് കാണിക്കുന്നത്. ജയലക്ഷ്മി ഇത് ഇതിന്റെ അപ്പുറത്ത് തൊട്ട് മുട്ടിട്ടുള്ളതാണ് ക്ലിനിക്. അത് അവിടെ കാണുന്നുണ്ട് സ്മൈൽ ലൈൻ. നീല ബോർഡ് കണ്ട? നീല ബോർഡ് നമ്മളങ്ങനെ അവിടുന്ന് മാറിയിട്ട് വേറൊരു ലിഫ്റ്റിലെത്തിയിട്ടുണ്ട്. ഇത് കയറിയ പാടിന തുറന്നു കേട്ടാ. നമ്മളെ സ്മൈൽ ലൈൻ വീണ്ടും സ്മൈൽ ലൈനിലെത്തിയിട്ടുണ്ട്. നമ്മളെ ശരണ്യ ജെ ഡോക്ടർ എടുക്കാം. വീണ്ടും തിന്ന് ഡെൻ്റൽ സ്കിൻ എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. നല്ല ഡോക്ടറാണ്. ഹായ് ഗുഡ് മോർണിംഗ്. ഹായ്. നമ്മളെ ഡോക്ടറിൻ്റെ അടുക്ക വന്നിട്ടാ. ഇനിയിപ്പോൾ പ്രൊസീജിയർ എന്തായാലും ഇന്നലെ വിളിച്ചാൽ ഡോക്ടർ പറഞ്ഞ് എന്തായാലും കുറച്ച് സമയം എടുത്തു. 3-4 ഉണ്ടല്ലോ. എൻ്റെത് പിന്നെ അറിയില്ല. ഇവർ രണ്ടത് ഈ സാധനം എത്തിക്കുന്ന ഫോട്ടോ ഇവിടെ വന്ന പിന്നെ ഇവിടെ വന്ന പിന്നെ കളിക്കാൻ കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് നിന്നോളൂ. കുറേ സ്ഥലമുണ്ട്. വാവേൻ്റെ ഫോട്ടോ ഉണ്ട് കാണിച്ചു തരാം. അപ്പോൾ വന്ന് വിളിച്ചിട്ടുണ്ട്. നമുക്ക് പല്ലായിട്ട് പല്ലിന്റെ മുത്തെല്ലാം കളഞ്ഞിട്ട് ഞാനും പോണ അമ്മ പോ. ഞാൻ നിന്നില്ലേ വിളിച്ചേ? പോയിട്ട് എന്തായി? ഒന്നും ആയില്ലേ? നീ അലൈനസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ? ഫുള്ള് കഴിഞ്ഞോ? കവി വന്നില്ലേ? കവി വന്നില്ലേ? ആ ഉണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ടോ? കടിച്ചേ ബൈറ്റ് ചെയ്തേ. സെറ്റായല്ലോ. ചിരിച്ചേ. സ്കാൻ തരാം. ഒന്ന് സ്കാൻ ചെയ്യാം കേട്ടോ നമുക്ക്. നീ എന്താ പേടിച്ചിരിക്കുന്നത്? അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായിരിക്കുന്നത്. വരുമ്പോ പറഞ്ഞേ സാധാരണ അലൈനർ മാത്രല്ലല്ലോ. അപ്പൊ ഒന്ന് വേനെടുത്തോളിയെന്ന് വെച്ചിട്ട് അതാണോ ടെൻഷനിലിരിക്കുന്നത്? ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഫുൾ നെയിം എന്തായിരുന്നു? ഋത്വിക് PB. അടുത്ത അലൈനേഴ്സ് റിഫൈൻമെന്റ് അലൈനേഴ്സിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യാം നമ്മൾ. നമ്മുടെ വാ തുറക്കടാ. ഇനി അപ്പോൾ എത്തിക്കുന്ന അലൈനറാണോ? ഇനി വേണം. ഇനി ഇവന്റെ പല്ല് പോയി വന്നോണ്ടിരിക്കുമല്ലേ? അപ്പൊ നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യണ്ടേ? അനിയത്തി അപ്പുറമുണ്ട്. ഋത്തിക്കിൻ്റെത് സ്കാനിങ് ചെയ്തു. അപ്പോൾ എൻ്റെ സ്കാനിങ് എടുക്കാൻ നോക്കലാണ്. എന്നും അലൈനർ യൂസ് ആക്കണം. അനൂട്ടിൻ്റെ ക്ലോസ് ആയി ഇന്നത്തേക്ക്. ക്ലോസ് ആയില്ലേ ഡോക്ടർ? ഇനിയിപ്പോൾ ആദ്യം ഇത് നമ്മൾ 2ാം ഘട്ടമല്ലേ? അതെ. മാമിന്റെ അത്യാവശ്യം നമ്മൾ പ്ലാൻ ചെയ്ത് അത്ര എത്തി. പിന്നെയും ഭംഗിയാക്കാനുണ്ട്. അപ്പൊ അതിനുള്ള റിഫൈൻമെന്റ് സ്കാനിങ് ചെയ്യാൻ പോവാ. അനുകുട്ടിയുടെ കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഫിനിഷിങ് ചെയ്യാണ്. കവിക്ക് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ ഒരു റീസ്കാൻ ചെയ്യും. ഇപ്പൊ ഉള്ള കണ്ടീഷനിൽ നിന്ന് അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഒരു പുതിയ സെറ്റ്സ് ഓഫ് അലൈനേഴ്സ് വീണ്ടും വരും. ഇട്ടാൽ പോലും തിരിയാത്ത അലൈനേഴ്സാണ്. അപ്പോൾ ശരി, അത് കഴിഞ്ഞിട്ട് വെക്കുമ്പോൾ നമുക്ക് കാണിക്കാം.
ഇപ്പോൾ ഹോസ്പിറ്റലിനകത്താണുള്ളത്. അപ്പോൾ അതിനൂട്ടിൻ്റെ അപ്പുറത്ത് പരിപാടി നടക്കുന്നുണ്ട്. ആ മുത്തുമണി പിടിപ്പിച്ചത് അതെല്ലാം മാറ്റി പിന്നെ പല്ലിന്റെ ബാക്കിലൊരു ഫിക്സഡ് റീറ്റൈനേഴ്സ് കൊടുത്തിട്ടുണ്ട്. പല്ലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നല്ലേ, അപ്പൊ അതിന് ആ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയെല്ലാം അലനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്മൈൽ ലൈന് വന്നു, കുറച്ച് സമയമായി വന്നു. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു. എനിക്ക് ഋത്തിക്കിന് എന്നും ഉണ്ട് കേട്ടോ ഇടാൻ. അനൂട്ടിൻ്റെ കഴിഞ്ഞു, ഏകദേശം മൊത്തം കഴിഞ്ഞു. ഏകദേശം കഴിഞ്ഞു. ഇനി റീറ്റെയിനർ മാത്രമേ ഉള്ളൂ, അത് അയച്ചുതരും. അപ്പം അതും കൂടി ഇടണം ഇനി. അതെ, ആ ഒരു സന്തോഷത്തിലാണ് അനൂട്ടി. ഇനി അലൈനർ ഊരവും കൈകവും വേണ്ടല്ലാന്ന്. നിനക്ക് എനിക്ക് ഇനിയും ഇവന് വരുമ്പോൾ തന്നെ ഇനി അലൈനർ ഇടണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതിലാണ് വന്നത്. പക്ഷെ അവൻ്റെ കുറച്ചും കൂടി ഇടണോ പറഞ്ഞു ഡോക്ടർ നോക്കിയിട്ട്. അവൻ്റെ പല്ല് പൊരിഞ്ഞു അപ്പോൾ വരാൻ വേണ്ടിയിട്ട്. അതെ, അനുവിന്റെ കംപ്ലീറ്റ് ആയി. അനുവിന് താഴെയായിരുന്നു കൂടുതൽ പ്രശ്നം, അപ്പൊ അതെല്ലാം അലൈൻ ചെയ്ത് കംപ്ലീറ്റ് ആയി. 6 months കൊണ്ട് ആ കംപ്ലീഷൻ വന്നിരിക്കുന്നത്. ഇവർക്ക് രണ്ടാക്കും ഇനിയും സമയം എടുക്കും. അപ്പം കവിക്കാച്ച ഗമ്മി സ്മൈലുണ്ട്. ഇപ്പൊ ഗമ്മി സ്മൈൽ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനി ടാൻസ് പ്ലേസ് ചെയ്യേണ്ടി വരും. അത് ആൾക്ക് കുറച്ച് ടെൻഷനാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. മോന് പല്ല് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനിയും അലൈനേഴ്സ് എടുക്കും, കുറച്ചും കൂടെ സമയം എടുക്കും കംപ്ലീറ്റ് ആവാനായിട്ട്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള മോൻ്റെ ഫേസ് ആണ്. അപ്പം അതിൽ നിന്ന് നല്ല ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഘട്ടമാണ്. ആ അതെ, ഇത് സെക്കൻഡ് ഫേസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇതിപ്പോൾ എടാ അലൈനേഴ്സ് ഒരിക്കൽ ആ ഐശ്വര്യയോട് ഒന്ന് ചോദിച്ചിരിക്കുക ഫോട്ടോ എന്തെങ്കിലും. ഇപ്പുറത്തേക്ക് കൂടി വരുന്നു. നല്ല മാറ്റമുണ്ട്. ഇതിനിടയ്ക്ക് ഒരു പല്ല് പോയി കേട്ടോ. അനുവിന്റെ നല്ല മാറ്റാണ്. അനുവിന്റെ താഴത്തെല്ലാം നിരയായി, ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി. അനുവിൻ്റെത് കാണിച്ചിടാം. ആ ഉണ്ട്. അതെ, വേദന എടുക്കുമോ എന്താ ചെയ്യാന്നുള്ള ആ ഒരു പേടി. ഒരു വേദനയില്ല. അപ്പോൾ സ്മൈൽ ലൈൻ ഉള്ളത് വെച്ചാൽ കൊച്ചിയിൽ ജയലക്ഷ്മിൻ്റെ തൊട്ടടുത്തുള്ള സ്മൈൽ ലൈനർ പാലാരി വട്ട പറഞ്ഞ നമ്മളെ സ്വന്തം ഡോക്ടറാണ് കേട്ടോ, ശരണ്യ ഡോക്ടർ. ആ ഇതിപ്പോൾ അനുവിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള പല്ല അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിട്ടാണ് നിന്നത്. ഇതിപ്പോൾ താഴത്തെ സെറ്റാണ്. താഴെ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ആയി, എല്ലാം അലൈനായി. ഈ 6 months കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ ആയതാണ്. അത് നമ്മൾ ആദ്യം വരുമ്പോൾ ടെൻഷൻ ആയിട്ട് പൊരിക്കാനില്ലേ നാട്ടിൽ നിന്ന്. എൻ്റെ അടുത്ത് അതിന് ഒപ്പം പറയും മാമ ഇത് നമുക്ക് പൊരിക്കണം. പക്ഷെ ഇങ്ങനെ ഒരു സാധനം കേട്ടപ്പോ ആണ് ഇത് ഒന്ന് ചെയ്താലോ എന്ന് നമ്മൾ പ്ലാൻ ചെയ്തേ. ഇതിന് പണ്ടത്തെ ഫോട്ടോ നോക്കി, ഇന്നാളത്തെ ഫോട്ടോ നോക്കി. എൻ്റെ മോനെ നമ്മൾ കവിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു ആളുടെ ഒരു ഫ്രണ്ട് ഫോട്ടോയും അതുപോലെ തന്നെ സൈഡിലെ. ഇതാണ് പല്ലിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 20 weeks കഴിഞ്ഞപ്പോൾ പല്ലെല്ലാം താന്നിട്ടുണ്ട്. പക്ഷെ കവി മെലിഞ്ഞു പോയി. കവി ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി, അതുകൊണ്ട് അത്രയും മനസ്സിലാവുന്നില്ല. കവിക്ക് ആക്ച്വലി ഗമ്മി സ്മൈൽസ് കറക്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഈ ചെറിയ 2 സ്ക്രൂ വെച്ച് ഇങ്ങനെ മേലോട്ട് ലിഫ്റ്റ് ചെയ്താൽ ഗംസ് കാണുന്ന വിസിബിലിറ്റി കുറയും. പക്ഷെ സമ്മതിക്കോ? വേദന ഉണ്ടാവോ? മരവിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞ് സ്ക്രൂ വെക്കും, എൻ്റെ കൂടത്ത് ഇങ്ങനെ എലാസ്റ്റിക്സ് തരും. ആ എലാസ്റ്റിക്സ് മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ മരവ് പോയ പിന്നെ വേദന ഉണ്ടാവില്ല? ഇല്ല, ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അതെയാ, ആ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത അലൈനേഴ്സ് വരുമ്പോഴത്തേക്ക് 2 സ്ക്രൂ കൂടി വെക്കാം. സ്ക്രൂ ഇവിടെയാണ് വരിക. കാണൂല അല്ലേ? കാണൂല. സ്ക്രൂ വെച്ചേക്കുന്ന കാണില്ല. രാത്രി മാത്രം റബ്ബർ ബാൻഡ്സ് അതിനകത്ത് വെച്ചാൽ മതി. കാണിച്ചിട്ട് അപ്പോൾ നമ്മളെ സ്മൈൽ ലൈനിലുള്ളത് നമ്മുടെ ശരണ്യ ഡോക്ടർ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ എത്ര പ്രാവശ്യം വന്നേ? 3-4 അത്രേ ഉള്ളൂ കേട്ടോ. ചെറിയ അത്ര പ്രാവശ്യം വരാനല്ലോ. ദൂരത്തുനിന്നായാലും 7 സ്ഥലത്തുനിന്നാലും വന്നാൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പം മുംബൈയിൽ നിന്നൊക്കെ വരുന്നുണ്ടല്ലേ? മുംബൈയിൽ നിന്നൊക്കെ ഇത് ഇവിടെ വരുന്നുണ്ട്. അത് ഭയങ്കര ഇതാണ് കേട്ടോ. മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നിട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഭയങ്കര ഇതല്ലേ. പല സ്ഥലത്തും വരുന്നുണ്ട്. അപ്പോൾ കൂർഗുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നായാലും വരാം കേട്ടോ. അത് ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നെ അത്രയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരണ്ടോ.
നടന്ന് ഇറങ്ങി. ലൊക്കേഷൻ വെച്ച് നോക്കിയാൽ നമ്മൾ കൊടുങ്ങല്ലൂർക്ക് ലൊക്കേഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നമുക്കില്ലേ നാട്ടിലേക്ക് പോകുമ്പോ എപ്പോ ഇല്ലേ നമ്മള് കൊച്ചി നമ്മൾ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര വന്നാൽ നമുക്ക് ഐഡിയ ഇല്ല. അപ്പൊ നമ്മളെന്താക്കുന്ന വെച്ചാല് ഇവിടുന്ന് പോയിട്ട് നേരെ തന്നെ ഫുള്ള് കുടുങ്ങി പോകും. അപ്പൊ തൃശ്ശൂരിലോട്ടെല്ലാം പോകുമ്പോൾ നല്ല എളുപ്പമുണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് നാട്ടിലും വിളിച്ചു വെച്ച് നമ്മളെ സജീഷിനെ വിളിച്ചു വെച്ച് നമ്മളിങ്ങനെ വേറെ റൂട്ട് പിടിക്കലാണേ. ഒരിക്കൽ നമ്മള് വയനാട്ടിൽ പോയി. നാട്ടിൽ നിന്ന് വയനാട്ടിൽ പോയിട്ടില്ലേ, നമുക്ക് വഴിതെറ്റി തിരിച്ചു വരുമ്പോ വഴിതെറ്റി ലാസ്റ്റ് നോക്കുമ്പോൾ നമ്മളിങ്ങനെ തായല് എന്ന് വെച്ചാല് ചുരത്തിന്റെ നേരെ നമ്മൾ എത്തിപ്പോയി പെട്ടെന്ന്, വളരെ പെട്ടെന്ന്. പിന്നെ ആ വഴി നമുക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല, അത്ര എളുപ്പത്തിലെത്തി ചെറിയ സമയം കൊണ്ട്. അതുപോലെ നമ്മള് ഏതൊരു പ്രാവശ്യം വരുമ്പോൾ തിരിയാണ് നമ്മള്, ആ വഴി പിന്നെ കിട്ടുന്നേ ഇല്ല. അത് അങ്കമാലി വഴിയാനും പോയിനെ. ഇപ്പൊ നമ്മൾ പോകുന്നത് കൊടുങ്ങല്ലൂരേക്ക് വെച്ചിട്ടുള്ള. കൊടുങ്ങല്ലൂർ ഇപ്പൊ ഹൈവേ വന്നുകൊണ്ട് അങ്ങനെ ഹൈവേ കണക്ട് ആവല്ലോ. അപ്പൊ അങ്ങനെ പോകാന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് വെച്ചിട്ടുള്ളത്. ടൗണേ ഇല്ല, ഉള്ളൂട്ടാ. നമ്മൾ മാത്രം ഇടക്കൊന്ന് കൊച്ചി നാട്ടിലേക്ക് ഈ വഴി പോയിട്ടുണ്ടാവും. അപ്പൊ ഈ യാത്ര പോകുന്ന സമയത്തില്ല അബദ്ധങ്ങള്. പിന്നെ നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ബസ് നിന്നിട്ട് കണ്ണു കാണുന്നില്ലേ, ഹോട്ടലാണല്ലോ. ഇനി നമ്മൾ കണ്ട ഏതെങ്കിലും ഒരു അത്രയും ബെസ്റ്റിന്റെ ഉള്ളത് ബെസ്റ്റ് കണ്ടാണ്. അപ്പൊ നമ്മളില്ലേ ഒരു ഹോട്ടലോടെ കണ്ടാൽ വിചാരിക്കും ഒതുക്കാൻ നോക്കുമ്പോ കട ഒതുക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നോക്കാൻ വിചാരിക്കും. അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളില്ലേ. ഇപ്പൊ എന്താ പരിപാടി വെച്ചാല് ഒരു നല്ല ഹോട്ടല് എവിടെന്നെങ്കിലും കിട്ടാണ്ട് എന്നിട്ട് ഏതെങ്കിലും ഒരു അങ്ങനെ ഒപ്പിച്ച് തിന്നിട്ട് തിരിയുമുണ്ടാവും വലിയ നല്ല ഹോട്ടല്. അങ്ങനെയുണ്ട്. അങ്ങനെ ആർക്കും ഉണ്ടാവും, നമുക്ക് മാത്രമാണ്. ഇതിപ്പോ എവിടെയോ നാട്ടിലെത്തി, എവിടെയോ എത്തിയിട്ടുള്ളത്. ചെറിയ റോഡ് വന്നു, വലിയ റോഡൊന്നും